സദഖത്തുൻ ജാരിയ. ജാരിയ എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഒരാളുടെ ആയുസ്സിന് ശേഷവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സദഖ. എത്ര സുന്ദരമായ പ്രയോഗമാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സിന് ശേഷവും ആയുസ്സിന്റെ അപ്പുറത്തേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സദഖ, അത് അയാളുടെ സദഖ ഏറ്റവും മഹനീയമായ സദഖയാണ്. എന്താണത്? ജീവിത കാലഘട്ടത്തിൽ നാം ഇവിടെ ബാക്കിയാക്കി പോകുന്ന അത്തറുകളാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആതാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ കിതാബിൻ മുബീൻ. സൂറ യാസീനിലെ ആയത്താണ്. മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹം അങ്ങനെ കരയുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ആളുകൾ ചോദിക്കുന്നു, എന്താണ് ഡോക്ടർ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്, നിങ്ങളെ സങ്കടപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറയുകയാണ്, ഈ ആയത്താണ് ഓതുന്നത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആതാറഹും. നാമാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. മരണത്തിനുമപ്പുറം നിങ്ങളുടെ അസറുകളെ നാം എഴുതി വെക്കുന്നതാണ്. ആതാറുകളെ നാം എഴുതി വെക്കുന്നതാണ്. അദ്ദേഹം പറയുകയാണ്, എന്റെ ജീവിതത്തിന്റെ ഭൂതകാലഘട്ടത്തിൽ യുക്തിവാദിയായ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ചന്തക്കുന്ന അങ്ങാടിയിൽ യുക്തിവാദത്തിന് വേണ്ടി പരസ്യമായി വാദിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ആ യുക്തിവാദത്തിന്റെ മാറാപ്പ് വേറിക്കൊണ്ട് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് ഈ വിശ്വാസത്തിന്റെ മാധുര്യം നുണയാൻ കഴിഞ്ഞത്. ഈ യുക്തിവാദം എന്ന് പറയുന്നത്, ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഒരടിസ്ഥാനവുമില്ലാത്ത പമ്പര വിഡ്ഢിത്തമാണെന്ന വസ്തുത ഞാൻ മനസ്സിലാക്കി തിരിച്ചു വരുന്നത് പിന്നീടാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ എന്റെ പ്രവർത്തനത്തിന്റെ അസറിന്നും നിലനിൽക്കുന്നുണ്ടാവും. അന്നത്തെ എന്റെ സംസാരം കേട്ട്, അന്നത്തെ എന്റെ അവതരണം കേട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന് കുത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ ലോകത്ത് ബാക്കിയാക്കി പോകുന്ന അസറാണ്. ആ അസറിനെ ഞാൻ ഭയപ്പെടുന്നു. ആ അടയാളത്തെ ഞാൻ ഭയപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഉണ്ടാക്കി വെച്ച അടയാളം എന്താണ്? നമ്മുടെ മരണത്തിന് ശേഷം ആളുകൾ നമ്മെ എങ്ങനെയാണ് ഓർക്കുക? നാം ഉണ്ടാക്കി വെച്ച ബംഗ്ലാവ് പോലെയുള്ള വീടിലൂടെയാണോ, അതല്ലെങ്കിൽ നാം വളർത്തിയെടുത്ത വിശാലമായ കച്ചവട സാമ്രാജ്യത്തിലൂടെയാണോ, അതല്ല നാം നാട്ടിലുണ്ടാക്കിയ 5 നേരവും ഹയ്യാല സ്വലാ എന്ന മധുരമായ ബാങ്കിന്റെ ധ്വനികൾ ഉയരുന്ന പള്ളിയിലൂടെയാണോ, അതല്ല നാം തെളിച്ചു വെച്ച തൗഹീദിന്റെ പ്രബോധനത്തിന്റെ ആ പരിശ്രമത്തിന്റെ വഴിയിലൂടെയാണോ? ഏതിലൂടെയാണ് ആളുകൾ നമ്മെ ഓർക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണശേഷവും നാം ഇവിടെ ചിലവഴിച്ച, നാം ഇവിടെ ഉണ്ടാക്കിയെടുത്ത, ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന, ആളുകൾക്ക് ഹിദായത്ത് കിട്ടുന്ന മാർഗങ്ങളുണ്ടല്ലോ, അതിനെയാണ് സദഖത്തുൻ ജാരി എന്ന് പറയുന്നത്. അത് ഖബറിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഒഴുക്ക് നിൽക്കുന്നത് വരെ ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ ആ കിണറ്റിൽ നിന്ന് മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും വെള്ളം കുടിക്കുന്ന കാലത്തോളം ഇയാളുടെ കിതാബ് അടച്ചു വെക്കുകയില്ല മലക്കുകൾ. ഈ മനുഷ്യന്റെ കിതാബ് അടച്ചു വെക്കുകയില്ല. ആലോചിച്ചു നോക്ക് നിങ്ങൾ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിന്മയും നമ്മൾ ചെയ്യില്ല, ഒരു തിന്മയും ചെയ്യാൻ കഴിയില്ല. ആ സമയത്തും മലക്കുകൾ ഈ ലോകത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്മകൾ അവരങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നാം കുടിച്ച കിണറിൽ നിന്ന് ഓരോ പക്ഷി വെള്ളം കുടിക്കുമ്പോഴും, ഓരോ മൃഗങ്ങൾ വെള്ളം കുടിക്കുമ്പോഴും, ഓരോ മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോഴും, നാം ഉണ്ടാക്കി കൊടുത്ത പള്ളിയിൽ നിന്ന് ഓരോ മനുഷ്യർ സുജൂദ് ചെയ്യുമ്പോഴും, ഓരോ മനുഷ്യർ ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മുടെ കിതാബിലേക്ക് ആ അമലുകൾ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സദഖത്തുൻ ജാരിയ, ഒഴുകുന്ന സദഖയാണ്. മൂന്നാമതായ ഖബറിലേക്ക് ബാക്കിയായി വരാനുള്ളത് എന്താണെന്ന് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. സാലിഹായ സന്താനമാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന സാലിഹായ സന്താനമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മക്കൾ ഇന്നത് പഠിച്ചിട്ടുണ്ട്, ഇന്ന വീട്ടിലാണ് കല്യാണം കഴിച്ചത്, ഇന്ന ജോലിയാണ് അവൻ ചെയ്യുന്നത്, ഇത്ര അക്ക ശമ്പളമാണ് അവൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് എന്റെ കുട്ടി സ്വാലിഹാണ്, ദരിദ്രനാണെങ്കിലും കൂലിപ്പണി എടുക്കുന്നവനാണെങ്കിലും സ്കൂളിലോ അതല്ലെങ്കിൽ കോളേജുകളിലോ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിലും അവൻ സ്വാലിഹാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്, അള്ളാന്റെ മുന്നിൽ കൈനീട്ടുന്നവനാണ്, കരയുന്നവനാണ്, ദഅവത്തിന്റെ വീതിയിൽ സജീവമായുള്ളവനാണെന്ന് പറയാൻ ഒരാൾക്ക് സാധിച്ചാൽ ആ മകന്റെ ഇസ്തിഗ്ഫാറാണ്, ആ മകന്റെ ദുആയാണ് ഖബറിലേക്ക് അങ്ങോട്ട് ഒഴുകി വരിക.